നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഹേമ കമ്മീഷന്റെ റിപ്പോർട്ട് അക്ഷരാർത്ഥത്തിൽ എല്ലാവരും അത് കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. ഓരോ വരിയിലും ഓരോ സെന്റൻസുകളിലും ഓരോ വാക്കുകളിലും കൃത്യമായി തന്നെ എത്രത്തോളം സ്ത്രീ വിരുദ്ധത ഈ സിനിമാ ലോകത്തുണ്ട് എന്ന് തെളിയിക്കുന്നതായിരുന്നു. മലയാള നടിമാർ നേരിടേണ്ടി വന്ന ക്രൂരതകൾ തുറന്നുകാട്ടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അവസരം ലഭിക്കാൻ നടിമാർ വഴങ്ങിക്കൊടുക്കേണ്ടി വരുന്നു എന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയാണ് ഉള്ളത്. രാത്രിയിൽ മുറിയുടെ വാതിൽ തട്ടുന്നു, വഴങ്ങിയില്ല എങ്കിൽ ഭാവി നശിപ്പിക്കും. പലരും സഹിക്കുന്നത് ഒറ്റപ്പെടുത്തുമെന്ന് പേടിച്ചാണ്. വനിതാ നിർമ്മാതാക്കളോട് നടന്മാർ അപമാനിക്കുന്നു. നടിമാർ ആക്രമിക്കപ്പെട്ടത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്നും പറയുന്നു റിപ്പോർട്ടിൽ. രാത്രിയിൽ വാതിൽ മുട്ടുന്ന നടന്മാരെ കുറിച്ചുള്ള പരാമർശം നടൻ മുകേഷിനെതിരെ നേരത്തെ ഉയർന്ന ആരോപണം വീണ്ടും ചർച്ചയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. മുകേഷിനെതിരെ ലൈംഗിക ആരോപണവുമായി വനിതാ സംവിധായികയാണ് രംഗത്ത് വന്നത്. മുംബൈ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ ജോസഫാണ് മുകേഷ് തന്നോട് മോശമായി പെരുമാറിയ വിവരം ട്വിറ്ററിലൂടെ വെളിപ്പെടുത്തിയത്. കോടീശ്വരൻ എന്ന ടെലിവിഷൻ പരിപാടിയുടെ ഷൂട്ടിങ്ങിനിടയിലാണ് മുകേഷ് തന്നോട് മോശമായി പെരുമാറിയത് എന്നാണ് ടെസ പറയുന്നത്. അന്ന് മുകേഷ് താമസിച്ചിരുന്ന ഹോട്ടൽ റൂമിനടുത്താണ് തന്നോട് താമസം മാറാൻ ആവശ്യപ്പെട്ടിരുന്നതായും പലതവണ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അന്നത്തെ തന്റെ ചാനൽ മേധാവിയും തൃണമൂൽ നേതാവുമായ ഡെറക് ഒബ്രമിനോട് പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം അടുത്ത ഫ്ലൈറ്റ് പിടിച്ചു തന്ന് തന്നെ രക്ഷിക്കുകയായിരുന്നുവെന്നും കൽക്കത്ത സ്വദേശിയായ ടെസ പറയുകയാണ്. ദേശീയ തലത്തിൽ പല പ്രമുഖന്മാർക്കെതിരെയും മീ ടു ക്യാമ്പയിനിൽ ലൈംഗിക അതിക്രമങ്ങൾ വെളിപ്പെടുത്തുന്നതിനിടയിലാണ് മുകേഷിനെതിരായ ആരോപണങ്ങൾ അന്ന് രംഗത്തു വന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുൻപ് മുകേഷിന്റെ പ്രതികരണം, ഞാൻ 4 മണിക്കൂറോളം ഹേമ കമ്മീഷനുമായി സംസാരിച്ചതാണ്, അത് പുറത്തു വന്നാലൊന്നും ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല എന്നായിരുന്നു മുകേഷ് പറഞ്ഞത്. പക്ഷേ ഒരു വലിയ മലയുടെ വാലറ്റം മാത്രം പുറത്തു വന്നപ്പോൾ ഇത്രയും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് എന്നും, പക്ഷേ 4 മണിക്കൂറോളം ഹേമ കമ്മീഷന് മുന്നിൽ എന്താണ് അദ്ദേഹം സംസാരിച്ചതെന്ന് പോലും അറിയില്ല. എന്തായാലും തന്റെ റൂമിന് തൊട്ടടുത്ത് വന്ന് താമസിക്കാൻ പറയുന്ന ഒരു മുകേഷ് ഉണ്ടായിരുന്നു എന്നും അത്തരം മുകേഷിന്റെ സ്വഭാവം തനിക്ക് അനുഭവപ്പെട്ടു എന്നും പറഞ്ഞ നടിയുടെ ഈ വാക്കുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും ചർച്ചയാവുകയാണ്. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നും ചിലപ്പോൾ ഉപ്പ് പോലും പഞ്ചസാരയായി തോന്നിയേക്കാം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെന്ന് ഹേമ കമ്മീഷൻ വ്യക്തമായി തന്നെ അതിൽ പറയുന്നുണ്ട്. എന്തായാലും പല ബിംബങ്ങളും വീണുടയുന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുകയല്ല, പക്ഷേ ചില പുഴുക്കുത്തുകൾ അവരാരാണ് എന്താണെന്ന് വ്യക്തമായി തന്നെ പുറത്തു കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഇന്ന് സമൂഹം ആവശ്യപ്പെടുന്നത്.